നെഞ്ച് പൊട്ടും വാർത്തയല്ലോ കേട്ടു നമ്മൾ കാതിൽ. പിഞ്ചു കുഞ്ഞിൻ ചോര ചിന്തി പെറ്റ തള്ളയി മണ്ണിൽ. നെഞ്ച് പൊട്ടും വാർത്ത കേട്ട് കേരളം നടുങ്ങി. പിഞ്ചു കുഞ്ഞിൻ തേങ്ങലിന്ന് ഇഞ്ചിഞ്ചായി കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തവർ ദയയൊട്ടും കൂടാതെ കൊല്ലാൻ തുനിഞ്ഞവർ. ഹലോ സുഹൃത്തുക്കളെ, നമ്മളുള്ളത് ആലത്തൂർപ്പടി 25-ലാണ്. ഇവിടെ UK പുല്ലാര എന്ന് പറഞ്ഞിട്ട് ഒരാളെ കാണാൻ വേണ്ടി വന്നു. അവിടെ ഇങ്ങനെ നോക്കണം, നിങ്ങൾ ഒരു ഓട്ടോറിക്ഷൻ്റെ വർക്ക്ഷോപ്പ് കാണാം. അവിടെയാണ് മൂപ്പരുണ്ടാകുക. അപ്പോൾ അയാൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതൊക്കെ മൂപ്പർ ചെയ്യും. പാട്ടിൻ്റെ മേഖലയിൽ പാട്ട് സ്വന്തം കൈപ്പടിയിൽ എഴുതിയിട്ട് എഡിറ്റ് ചെയ്ത് അയാളുടെ മ്യൂസിക് ഉണ്ടാക്കിയിട്ട് എല്ലാം അയാളും. അപ്പോൾ അയാളെ പോയി കണ്ടാലോ നമുക്ക്. ബാക്കി നമുക്ക് നേരിട്ട് വിശേഷങ്ങൾ പറയാം. അസ്സലാമു അലൈക്കും. വർത്താനം. നിങ്ങളെ പറ്റി കേട്ടിട്ട് ഇങ്ങനെ പോകുന്നതാണ്. നിങ്ങളെ പാട്ടിന്റെ വിശേഷങ്ങൾ പറയണം. അതേമാതിരി കുറെ കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. ഞാൻ സിറാജുള്ളൂ, അങ്ങാടി പരിചയപ്പെട്ടില്ല. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ UK പുല്ലാര. മൂപ്പര വിശേഷങ്ങൾ നമുക്ക് ഒരുപാട് അറിയാണ്ട്. ഒരു സാധാ ഫോൺ വെച്ചിട്ട് AI ടെക്നോളജി മുതൽ പാട്ട് എഴുതി അത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഉണ്ടാക്കി എല്ലാം മൂപ്പരന്നെ. പുതുതലമുറനെ വെല്ലുന്ന ആളാണ്. അപ്പൊ അതിന്റെ മറികൾ എന്തൊക്കെയാ നമുക്ക് അറിയണം. പ്രേക്ഷകർക്ക് അറിയുള്ളപ്പോ അപ്പൊ നമുക്കൊന്ന് ഒഴിഞ്ഞ് സംസാരിച്ചാലോ? എന്തൊക്കെയാ വർത്താനം? റാസല്ലേ? വർത്താനം വളരെ റാത്താണ്. സുഖമായിട്ട് പോണത്. നേരം വെക്കുന്നത് വൈകുന്നേരമാണ്. അതിന്റെ ഇടയിൽ ജോലി ചെയ്യണം, വിട്ടു പോണ്. അപ്പൊ എപ്പോഴപ്പോ നിങ്ങൾ ഈ പാട്ട് ഏതെങ്കിലും എഡിറ്റ് ചെയ്യലും എന്തൊക്കെ ജോലിന്റെ ഇടയിൽ രാവിലെ നിങ്ങള് ഇങ്ങോട്ട് പോരും അല്ല? രാവിലെ സുബസ്കാരം കഴിഞ്ഞാൽ നേരം പോരും. പിന്നെ ചിലപ്പോ വലിയ തിരക്ക് അർജന്റ് പണിക്കണമെന്നുണ്ടെങ്കിൽ 5-6 മണി വരെയൊക്കെ നിൽക്കും. അല്ലെങ്കിൽ 4 മണിയാകുമ്പോൾ തന്നെ പോട്ട് പോകും. പാട്ട് ഏതെങ്കിലും അങ്ങനെ രാത്രിയാണോ? പാട്ട് രാത്രി എപ്പോഴാണ് ഒഴിവ് സമയത്ത്. അത് അങ്ങനെ കണക്കൊന്നുമില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ പണിയെടുക്കുന്ന ഇടയിൽ നമ്മളെന്തെങ്കിലും ഒരു പിന്നെ നമ്മള് കിട്ടും. അപ്പൊ എന്തെങ്കിലും ഒരു ആശയം നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അതപ്പം ഇങ്ങനെ മനസ്സിൽ വരും. മറക്കാതൊക്കെ അപ്പൊ തന്നെ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കാം. ഒരു സാധാ ഫോണില് നിങ്ങൾ എങ്ങനെ ഈ പാട്ട് ഇതൊക്കെ പാടെ കാട്ടിക്കൂടുന്നത് ഒരു AI സിസ്റ്റത്തിലൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ ആരും പ്രേക്ഷകർക്ക് ആഗ്രഹം. എന്താണ് ഇപ്പൊ അതിന്റെ മറി? പാട്ട് എഴുതലും നിങ്ങൾ തന്നെയാണ്, പാടലും നിങ്ങൾ തന്നെയാണ്, എഡിറ്റിങ്ങും എല്ലാം നിങ്ങൾ തന്നെയാണ്. എന്താ എങ്ങനെ പോയി ചെയ്യല്? അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊന്നുമില്ല. അതെന്താ വെച്ചാല് നമ്മള് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് ഏത് സംഗതിയോടാണോ കൂടുതൽ താല്പര്യമുള്ളത് അതിനുള്ള പെട്ടെന്ന് സ്പീഡാക്കാനുള്ള മാർഗങ്ങൾ നമ്മുടെ മനസ്സിക്ക് അത് ഏതെങ്കിലും വിധേന നമ്മളെടുത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. അതിൽ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ ചിലത് ഫോളോ ചെയ്യുന്നുണ്ട്, ചിലത് ഓർക്കസ്ട്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ക്ലബ്ബുണ്ട്. പിന്നെ ആ ക്ലബ്ബിൽ വന്നുകൊണ്ട് ഞങ്ങൾ പാട്ടുമായി ബന്ധപ്പെട്ട പാട്ട് മാത്രം വേറെ ഒന്നുമില്ല. അപ്പൊ ഞായറാഴ്ചകളിൽ വൈകുന്നേരം അവിടെ കൂടും. അത് ചിലപ്പോൾ ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടും. ചിലപ്പോൾ അത് വീഡിയോ ആയിട്ട് ചെയ്യും. അതും സാധാ ഫോൺ വെച്ചിട്ട് തന്നെ അങ്ങനെ ചെയ്യും. അപ്പൊ അതിൻ്റെതായ ഒരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. പിന്നെ സ്റ്റുഡിയോ റെക്കോർഡിങ് ഞാൻ ചെയ്യലില്ല. നിങ്ങളെ പാട്ട് ഒരുപാട് നിങ്ങൾ എഴുതിയാണ് ഇറക്കിയിട്ടുണ്ടല്ലോ. അതിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കൂടുതൽ വൈറലായ പാട്ടാണ് നമ്മളെ പ്രേക്ഷകർക്ക്. അതായത് നിങ്ങളൊരു പാട്ട് കേൾക്കേണ്ടി വരും. കൂടുതൽ വൈറൽ വെച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം അതാത് വിഷയങ്ങളെ ആസ്പദമാക്കിയാണ്ട് അതാത് കാലഘട്ടത്തിൽ അതാത് സാഹചര്യത്തിൽ വരുന്ന വിഷയം എന്താണോ അതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇപ്പോ ആദ്യമായിട്ട് ഇപ്പൊ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചില പാട്ടുകളുണ്ട്. അത് പിന്നെ അതിൽ 1-2 വേണമെങ്കിൽ പറഞ്ഞുതരാം. ആദ്യമായിട്ട് തന്നെ എൻ്റെ ചാനലിട്ട ഒരു പാട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രവാസി അവര് വീട്ടിൽ വന്ന് അവർ പിന്നീട് അനുഭവിക്കുന്ന ദാമ്പത്യ ജീവിതത്തിലെ പരാജയങ്ങൾ, കുടുംബ ജീവിതത്തിലെ പരാജയങ്ങൾ. കാരണം അവര് എല്ലും മുറിയെ പണിയെടുത്ത് നാട്ടിലേക്ക് കുറെ അയച്ച് പിന്നീട് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അവരെ വേണ്ടാത്തൊരവസ്ഥ. അത് ഒരാൾ അയാളെ സങ്കടം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതൊരു പാട്ട് എഴുതിയാണ്. ആ പാട്ടാണ് ഞാൻ ഫസ്റ്റ് ചാനലിൽ ഇട്ടിട്ടുള്ളത്. അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ആ പാട്ട് എനിക്ക് അറിയില്ല, എന്നാലും ചില വരികൾ ഞാൻ പറഞ്ഞുതരാം. മുമ്പ് ഞാനൻ കെട്ടിയുള്ള മുമ്പില് തേൻ കരിമ്പിൻ കണ്ടമ, ഇന്ന് ഞാനോളെ മുമ്പിൽ ചെന്നാല് കണ്ണും കൂർപ്പിച്ച് നോട്ടമ, അടുത്ത കാലത്ത് ഗൾഫ് മതിയാക്കി ഇരിപ്പ് ഞാൻ വീട്ടിൽ തന്നെയാ, അന്ന് തൊട്ട് തുടങ്ങിയോളെന്നോട് കുരച്ച് ചാട്ടം തന്നെയാ. അത് പാട്ട് കുറെ ലെങ്ത് പോകുന്നുണ്ട്. കാരണം ആ ഒരു ജീവിത അനുഭവങ്ങൾ മൊത്തം വരികയാണ്. അന്ന് പഴയ കാലത്ത് പെണ്ണ് കെട്ടി
അങ്ങനെയുള്ള ചില പിന്നെ എല്ലാ ആളുകളും ഒരിക്കലും ഇത് ബാധിക്കില്ല. 90% ആളുകളും നല്ല ജീവിതം നയിക്കുന്ന ആളുകളാണ്. ചുരുക്കം ചില ആളുകൾ മാത്രമേ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളൂ. അപ്പൊ അങ്ങനെ കെട്ടി കുടുങ്ങിയവന്റെ ഒരു അവസ്ഥയാണ് ആ പാട്ട്. പക്ഷെ ഇന്നങ്ങനല്ല. ഇന്ന് പെണ്ണ് കിട്ടാല്ലാതെ യുവാക്കൾ അടങ്ങാറായി. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരു പാട്ട് ഇതേപോലെ പാടിയപ്പോ അത് ജനങ്ങൾ നല്ല സമകാലിക പ്രാധാന്യ വിഷയമുള്ള സാഹചര്യത്തില് ഉണ്ട് പൊന്നേ എന്റെ സങ്കടം നിന്റെ മുന്നിലോതാൻ തെണ്ടി ഞാനൊരു വണ്ട് പോലെ നാടുനീളെ പെണ്ണിനായി പ്രായം 20 മുളച്ചൊരു പെണ്ണു കെട്ടിൻ പൂതി വയസ്സ് 35 പെണ്ണ് കെട്ടിന്ന് ബാക്കി. പാട്ട് ഒന്നും പറയാനില്ല, അടിപൊളിയാക്കണേ, സൂപ്പറായി. പിന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ യുവാക്കള് പെണ്ണിട്ടാൻ വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം നമുക്കറിയാലോ. നമ്മളൊരു കല്യാണം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ തീർച്ചയായിട്ടും അത് പെണ്ണ് കെട്ടാതെ സങ്കടപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് അതാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ശരിയാണ്. പിന്നെ ഈ ഐഫോൺ ഇപ്പോ ഐഫോണിന്റെ യുഗമാണ്. ഇപ്പൊ എല്ലാ ചെറിയ കുട്ടികൾക്ക് വരെ ഐഫോണാണ്. അപ്പൊ നിങ്ങൾ ഈ സാധാ ഫോണില് അതിനെ വെല്ലുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളെ പരിചയപ്പെട്ടപ്പോ മനസ്സിലായി എഡിച്ചു. അത് എങ്ങനെയാ അതിന്റെ സംഗതികൾ? ഇപ്പൊ പ്രേക്ഷകർക്ക് എന്തായാലും അതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടാവും. അത് റിസ്ക് എടുക്കാൻ മടിയുള്ള ആളുകളാണ് മറ്റുള്ളതിനെ ആശ്രയിക്കുക. അതായത് മറ്റൊരു സഹായം തേടല് റിസ്ക് എടുക്കാൻ അങ്ങനെയുള്ള. ഇപ്പോ ഒരാൾക്ക് ഇപ്പൊ ഒരു പാട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊരു വിഷയമില്ല. ഒന്ന് AI സംവിധാനം ഉണ്ട്. ഇനി അതല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ AI സംവിധാനം വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു തബല വേണമെങ്കിൽ അത് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാൾക്ക് തബല അതിലുണ്ട്. പക്ഷെ അത് വായിക്കാൻ കുറച്ചെങ്കിലും അറിയണം. അതുപോലെ ഹാർമോണിയോ, ഗിത്താർ, എല്ലാ സാധനവും നമുക്ക് ഇതിൽ സാധനം കിട്ടുന്നുണ്ട്. അത്ര സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് നമ്മൾ പഠിക്കണം. ബാക്കിയൊക്കെ പിന്നെ പിന്നെ ചില പാട്ടുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും, എളുപ്പത്തിന് വേണ്ടിയിട്ട് AI ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ മ്യൂസിക് എടുത്ത് അത് കരോക്കാക്കി മാറ്റിയിട്ട് പിന്നീട് നമ്മളതിൽ കരോക്കയിൽ പാടുന്ന പിന്നീട് നമ്മളതിൽ കരോക്കയിൽ നമ്മൾ പാട്ട് റെക്കോർഡ് ചെയ്യുക ചെയ്യും. അത് ഫോണിൽ തന്നെ ഒരു കുറെ ആപ്പുകളുണ്ട്, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ കുറെ ആപ്പുകളുണ്ട്. അങ്ങനെയുള്ള ആപ്പുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോണിൽ തന്നെ പാട്ട് റെക്കോർഡ് ചെയ്യും. ഈ പാട്ടിന്റെ മേഖലയ്ക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയൊരു നിമിഷം എന്താണ്? ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടിയത് കുറെ ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞതാണ്. ഇപ്പൊ നിങ്ങളടക്കം പോയി നമ്മൾ പരിചയപ്പെട്ടു. അത് ഞാനിപ്പോ ഈ ഒരു പാട്ട് ഫീൽഡിൽ ഈ യൂട്യൂബിലൂടെ വന്നുകൊണ്ടാണ്. വെള്ളങ്ങാട് കിടക്കുന്ന നിങ്ങള് ഞാനായിട്ടൊരു ബന്ധമില്ല. കുറെ പാട്ടുകാരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. കുറെ പാട്ടിനെ സ്നേഹിക്കുന്ന, പാട്ട് അറിയാത്ത കുറെ ആൾക്കാരുണ്ടാവും. പാടാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ എഴുതാൻ കഴിവില്ലാത്ത അത്തരം കുറെ ആളുകൾ. ഇപ്പോ പാട്ടിലൊക്കെ കമന്റിലൊക്കെ വരുമ്പോൾ ചില ആളുകളൊക്കെ ആവശ്യപ്പെടാൻ ഇനിയും പാട്ട് എഴുതുക എന്നൊക്കെ ചോദിച്ച് ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ അതൊക്കെ അവർക്ക് നമ്മളോടൊരു പ്രത്യേക അനുബന്ധം ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് തോന്നുക അവർക്ക് ഈ പാട്ടിനോടുള്ള സ്നേഹം കൊണ്ടാണ്. അങ്ങനെയുള്ള കുറെ പാട്ടുകളെ പിന്നെ പാട്ടുകാരെ പരിചയപ്പെടാൻ കഴിയും. കുറെ പാട്ട് എഴുതുന്ന ആളുകളെ, അതുപോലെ തന്നെ വലിയ വലിയ പാട്ടുകാരും കുറെ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറെ പാട്ട് എഴുതുന്ന ആളുകൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് എന്റെ നമ്പർ തേടി വെച്ചിട്ട് ചാനലിൽ നിന്നൊക്കെ യൂട്യൂബ് നമ്പർ കിട്ടാറുണ്ട്. അങ്ങനെ ചില പിന്നെ എഴുതാൻ കഴിവുള്ള, നല്ല കഴിവുള്ള, ഇന്നിലേറെ എഴുതാൻ കഴിവുള്ള ആളുകൾ എനിക്ക് ചില പാട്ട് എഴുതി വിട്ടു തരാറുണ്ട്. ചിലപ്പോഴൊക്കെ ഞാൻ ആ പാട്ടുകളും ഇടാറുണ്ട്. ഇപ്പൊ ഇന്ന് രാവിലെ ഒരു പാട്ട് യൂട്യൂബിൽ അങ്ങനെ ഷാഫി പാലക്കമണ്ണിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ വിട്ടത് നമ്മുടെ മലപ്പുറത്ത് തന്നെ വർക്ക്ഷോപ്പ് പെയിന്റിംഗ് ആണ്, വണ്ടിന്റെ പെയിന്റിംഗ് നടത്തുന്ന ആളാണ്. അപ്പൊ അയാൾ വിട്ടുതന്ന ഒരു പാട്ടുണ്ട്. ഇന്നലെ രാത്രി വിട്ടുതന്നു, ഇന്ന് രാവിലെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകളെ പരിചയം, ഒരുപാട് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും പുതിയതായിട്ട് ഇറക്കിയിട്ടുള്ള പാട്ട് ഏതാണ്? പുതിയതായിട്ട് ഇപ്പൊ 2 പാട്ടുണ്ട്. ഒന്ന് ഇന്ന് യൂട്യൂബിൽ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. നമ്മള് ഈ അടുത്ത് ഒരു ദാരുണ സംഭവം നടന്നു. ഒരു പിഞ്ചു കുട്ടിനെ ഒരു സ്വന്തം രക്ഷിതാക്കളെ അതിക്രൂരമായി കൊല ചെയ്ത അതിനെ കുറിച്ച് പാട്ട് എഴുതിക്കണോ? അതിനെ കുറിച്ച് പാട്ടൊന്നും ഇട്ടു. ഇന്നിപ്പോ നിങ്ങൾ വരുന്ന സമയത്ത് ഞാനൊരു പാട്ടാടെ എഴുതി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ മൊബൈലിലാണ് എഴുതി വെച്ച്. അതിപ്പോ ഇന്ന് രാത്രി റെക്കോർഡ് ചെയ്യും, നാളെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഈ കുട്ടിനെ ബന്ധപ്പെട്ട വിഷയമാണോ? കുട്ടിനെ അത് ചെയ്യാനുള്ളൂ. ഇനിയിപ്പോ ചെയ്യാനുള്ളതൊക്കെ ആ പാട്ട് പാടുങ്ങള്. അപ്പൊ അതിന്റെ ഒരു 4 വരി നിങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. നെഞ്ച് പൊട്ടും വാർത്തയല്ലോ കേട്ടു നമ്മൾ കാതിൽ, പിഞ്ചു കുഞ്ഞിൻ ചോര ചിന്തി പെറ്റ തള്ളയി മണ്ണിൽ. നെഞ്ച് പൊട്ടും വാർത്ത കേട്ട് കേരളം നടുങ്ങി,
പിഞ്ചു കുഞ്ഞിൻ തേങ്ങലിന്ന് മനസ്സിൽ വേദനയായി. പെറ്റ തള്ള തന്നെ ഇന്ന് കാലനായി മാറി. കേട്ട് കെട്ട് രണ്ടിൽ കിട്ടിയവൻ കൂട്ടിനായി മാറി. ഇന്ന് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പൊ നാളെ യൂട്യൂബിൽ ഇടണമെന്ന് കരുതുന്നുണ്ട്. നിങ്ങൾ ഈ പാട്ടിന്റെ മേഖലയ്ക്ക് ഇറങ്ങിയിട്ട് യൂട്യൂബിൽ പാട്ട് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് എത്ര വർഷമായി? അതുപോലെ തന്നെ നിങ്ങളെ യൂട്യൂബ് ചാനലിന്റെ പേരോട് എന്ന് പറയാം. കാരണം നമ്മൾ പ്രേക്ഷകർക്ക് നിങ്ങൾ ഈ പാട്ടുകൾ കേൾക്കാൻ എന്തായാലും ആഗ്രഹമുണ്ട്, ഒരുപാട് പാട്ടുകളിലുണ്ട്. അപ്പൊ അതിന്റെ പേരോട് ഒന്ന് പറയാം. എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് UK പുല്ലാരാണ്. ഇംഗ്ലീഷിൽ UK പുല്ലാര. അത് അടിച്ചാൽ എൻ്റെ ചാനൽ കിട്ടും. ഞാൻ ഏകദേശം 3 വർഷം ആയി യൂട്യൂബിൽ പാട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഏകദേശം ഒരു 1000-ഓളം പാട്ട് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. അതിലൊരു കുറച്ച് പാട്ടുകൾ, അതായത് ഒരു 80% പാട്ടുകളും ഞാൻ എഴുതിയ പാട്ടുകൾ തന്നെയാണ്. ഒരു 20% പാട്ടുകൾ, ഒരു ചുരുക്കം ചില പാട്ടുകൾ മാത്രം ചില ഈ AB മുഹമ്മദ് ക പോലെയുള്ള ആളുകൾ പാടിയ പാട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അല്ലാതെ പിന്നെ എനിക്ക് കുറച്ച് ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഷാഫി പാലക്കമണ്ണി, അതുപോലെ മുസ്തഫ കോട്ടക്കാൽ എന്ന് പറഞ്ഞ ഒരാളാണ് കവിതയാണ് എഴുതാറുള്ളത്. അതുപോലെ തന്നെ ഫാത്തിമ എന്ന് പറഞ്ഞൊരു ഇത്തുണ്ട്, കരിങ്കലത്താണ്. ഇങ്ങനെ ചില ആളുകൾ ചില പാട്ടുകളൊക്കെ എഴുതി കൊടുക്കുമ്പോൾ നല്ല പാട്ടേറെ എഴുതി തരുന്നത്. അത്തരം പാട്ടുകളും ഞാൻ കൂടുതൽ ഇടാറുണ്ട്. നമ്മള് നിങ്ങളത്ര പാടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ പാടും. അപ്പൊ എനിക്ക് എല്ലാ വലിയ പാട്ടുകാരും പറയില്ല. നമ്മളെ നിങ്ങളെ ഒരു പാട്ടുകാരെ കമ്പുണ്ട്. അപ്പൊ ഏത് പാട്ടപ്പോ നമ്മൾ പാടാം? അങ്ങനെയാണെങ്കിൽ ഇന്ന് യൂട്യൂബിൽ ഇട്ടൊരു പാട്ടുണ്ട്. നമ്മളൊരു സുഹൃത്ത് ഷാഫി പാലക്കമണ്ണി എന്ന് പറഞ്ഞ ആള് എഴുതിയിട്ട പാട്ട്. അപ്പൊ മൊബൈലിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് നോക്കി പാടും ചെയ്യാം. പുതിയ പാട്ടന്നെ. പുതിയ പാട്ടന്നെ. നെടുക്കം മാറാതെ നെടുവീർപ്പിലായല്ലോ. അഷ്കറും മഹിലായും ചേർന്നുള്ള ക്രൂരത, അക്രമം പിഞ്ചുകൂരും നിന്റെ നേരെയായി. ഇഞ്ചിഞ്ചായി കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തവർ, ദയയൊട്ടും കൂടാതെ കൊല്ലാൻ തുനിഞ്ഞവർ. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയിലും നിങ്ങളെ കൂടെ ഒരു പാട്ട് പാടാൻ പറ്റിയിലും അതേ സന്തോഷമുണ്ട്. പിന്നെ നമ്മള് പാട്ടിന്റെ പിന്നെ വരുമാന മാർഗം എന്താണ്? നമ്മളെ ജോലി ഈ പാട്ട് തന്നെയാണോ? പാട്ട് എഴുത്തും ഇത് തന്നെയാണോ? അതോ പാട്ട് ഒരിക്കലും നമുക്കൊരു ജോലിയായിട്ട് കൊണ്ടുപോകാൻ അതിനുമായിട്ടുള്ള ഒരു പാട്ടുകാരനോ എഴുത്തുകാരനോ ഞാൻ ആയിട്ടില്ല. അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇപ്പൊ നമ്മള് ജോലി ചെയ്യുന്നത് നമ്മളെ പരിചയപ്പെട്ടിടത്തോളം നിങ്ങള് പിന്നെ അതൊരു ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൽ ഓരോ വില മതിക്കും. അത് എന്തോ ആട്ടെ. ഞാൻ ജോലി ചെയ്യുന്നത് നമ്മളെ വർക്ക്ഷോപ്പില് പാച്ച് വർക്കാണ്. സ്വന്തമായിട്ടുള്ള വർക്ക്ഷോപ്പ് തന്നെ. അവിടെ പാച്ച് വർക്ക് ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ മെക്കാനിക്കിന്റെ ആളുകൾ വേറെയാണ്, അവർ ചെയ്യുന്നുണ്ട്. നമ്മള് രാവിലെ 6-7 മണിയാകുമ്പോൾ പണി തുടങ്ങി രാവിലെ 5-6 മണി വരെ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് അൽഹംദുലില്ലാ അത് തന്നെയാണ് നമുക്ക് ജീവിക്കാൻ ഏറ്റവും സുഖം. പിന്നെ ഇത് ഒരു നമുക്ക് അറിയുന്ന അതിന്റെ ഇടയിൽ എങ്ങനെ ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നതാണ് എനിക്ക് അത്ഭുതം. കാരണം പാട്ട് എഴുതി ലോങ് പാട്ടുകളൊക്കെ എഴുതി പാടി എല്ലാം ഇങ്ങനെയുള്ള ചെയ്യാമല്ലോ. അതും ഈ ചെറുപ്പക്കാരെ വെല്ലുന്ന ഇതാണ്. കാരണം പരിചയപ്പെട്ടാൽ എനിക്ക് മനസ്സിലാവും. ഞാൻ ചെറുപ്പക്കാരൻ തന്നെയുള്ളൂ. ആണ്. ഒരിക്കലും മനുഷ്യന്റെ ശരീരത്തിന് ആ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ അത് വയസ്സ് തോന്നിക്കുമെങ്കിലും നമ്മളെ മനസ്സിൽ ഒരിക്കലും നമുക്കത് വയസ്സ്. നമ്മള് പറ്റ സേർഡ് ആകുമ്പോ, അതായത് നീക്കാൻ വയ്യാതെ ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് എനിക്ക് പ്രായോഗികണമെന്ന് എനിക്ക് തോന്നുള്ളൂ. അതുവരെ നമുക്ക് ഇപ്പോഴും എന്റെ മനസ്സ് തോന്നുന്നു എനിക്കൊരു 25-30 അത്രേ ഉള്ളൂ. പിന്നെ അപ്പോ ജോലിന്റെ അടിയിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ മനസ്സിൽ പെട്ടെന്ന് ഓരോ വരികളൊക്കെ എന്തെങ്കിലും പുതിയ വിഷയം കേട്ടാ വരികൾ വരിക. അത് ലോങ് ആയിട്ട് കുറച്ച് വിവരങ്ങൾ നമുക്ക് ഒരു പാട്ടായിട്ട് കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ എവിടെയെങ്കിലും കുറിച്ച് വെക്കും. ഇല്ലെങ്കിൽ അത് മനസ്സിലുണ്ടാവും. അത് വൈകുന്നേരം എപ്പോഴെങ്കിലും ഒഴിവില്, പിന്നെ രാത്രി. കൂടുതലും ഞാൻ ഇതിന് സമയം കണ്ടെത്തുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച വർക്ക്ഷോപ്പ് ഒഴിവാണ്. പിന്നെ വലിയ കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ തിരക്കുണ്ടാവുള്ളൂ. എന്നാലും ആ സമയത്ത് ഒക്കെ ജോലിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്കിതില് യൂട്യൂബ് നമ്മള് ഇതൊരു ജീവിതമാർഗമായിട്ടൊന്നും ഒരിക്കലും പാട്ട് നമുക്ക് അവിടെ വിലയിരുത്തി മാറ്റിയേക്കാൻ പറ്റൂല. കാരണം ഇത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, അത് 3 വർഷം മുന്നെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ മുമ്പ് ഞാൻ ജീവിച്ചിട്ടുണ്ടല്ലോ, പണിയെടുത്ത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരിക്കലും ഒരു ജീവിതമാർഗമായിട്ട് നമുക്ക് അതൊരു സൈഡായിട്ട് മാത്രം അത്രേ പാട്ടല്ലേ. അത് ഇതുകൊണ്ടുള്ള കൂടുതൽ പല ആളുകളായിട്ട് നമുക്ക് ബന്ധപ്പെടാനും അതാണ് കുറെ പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്താനും അതിനൊക്കെ നല്ലൊരു മാർഗമാണ് ഇത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
എന്തായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ വിലപ്പെട്ട സമയം, ഒരുപാട് സമയം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു. ഏതായാലും പാട്ടിൻ്റെ മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് മുന്നേറാൻ സാധിക്കട്ടെ. ആമീൻ. നിങ്ങൾ പറഞ്ഞ പോലെ ഒരുപാട് സൗഹൃദങ്ങൾ സ്ഥാപിക്കട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായിട്ടും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. സുഹൃത്തുക്കളെ, UK പുല്ലാര നമ്മളെ കാക്കാൻ്റെ പാട്ടും വിശേഷങ്ങളൊക്കെ കേട്ടല്ലോ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് താഴെ ഇടുക. അതേപോലെ തന്നെ നമ്മളെ കാക്കാൻ്റെ UK പുല്ലാര എന്ന യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കും. അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. കാക്കാൻ്റെ എല്ലാ പാട്ടുകളും കാര്യങ്ങളും ഉണ്ടാവും. എല്ലാം നിങ്ങൾ കേട്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.